അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ അമേരിക്ക സന്ദർശനത്തോടെ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറിയായ മാരോ റുബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാൾസ് എന്നിവരാണ് എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റുമായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ദിവസം തന്നെയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. തുടർന്ന് ക്വാഡ് ഏഷ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും നടത്തിയ യോഗത്തിലും എസ് ജയശങ്കർ പങ്കെടുത്തു. ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷം ആദ്യമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായി എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. ട്രംപ് പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ യുഎസിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് എസ് ജയശങ്കർ എത്തിച്ചേർന്നതും. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോഗി ബോട്ടം ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച നടത്തുന്നതും. അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നാറ്റോ സഖ്യ രാജ്യത്തു നിന്നുള്ള പ്രതിനിധിയുമായോ ആണ് പുതിയ ഭരണകൂടം അധികാരമേറ്റാൽ ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. എന്നാൽ ആ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള മാർക്കോ റൂബിയോയുടെ തീരുമാനം ഇന്ത്യയുമായുള്ള ബന്ധത്തിന് US നൽകുന്ന പ്രാതിനിധ്യത്തെ കൂടുതൽ സൂചിപ്പിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നതും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹപ്രവർത്തനവുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കത്രയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഇൻഡോ പസഫിക് മേഖലയിൽ വികസനവും സുരക്ഷയും ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് വിശാലമായ ചർച്ചകൾ നടത്തിയതായും എസ് ജയശങ്കർ എക്സിൽ കുറിച്ചിരുന്നു. സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണമെന്നും അജണ്ട തീരുമാനിക്കുന്നത് ആഴത്തിലായിരിക്കണമെന്നും ചർച്ചയിൽ പറഞ്ഞു. അനിശ്ചിതവും അതുപോലെ തന്നെ അസ്ഥിരവുമായ ലോകത്ത് ക്വാഡ് സഖ്യം ആഗോള നന്മയുടെ ശക്തിയായി തുടരുമെന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്നത്തെ യോഗം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ചർച്ചയ്ക്ക് ശേഷം റുബിയോയും ജയശങ്കറും ഒരുമിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഓസ്ട്രേലിയ, ഇന്ത്യ, US, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ക്വാഡ് സഖ്യത്തിലുള്ളതും. അതേസമയം അധികാരമേറ്റതിന് പിന്നാലെ തന്നെ സുപ്രധാനമായ നിരവധി ഉത്തരവുകളും അതുപോലെ തന്നെ നയങ്ങളുമാണ് ട്രംപ് പാസാക്കിയത്. ഇപ്പോൾ സാങ്കേതിക രംഗത്ത് വൈവിധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള വിസ, അതായത് H-1B പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വളരെ കഴിവുള്ളവരെ താൻ ഇഷ്ടപ്പെടുന്നതായും അത്തരം ആളുകളാണ് അമേരിക്കയിലേക്ക് വരേണ്ടതെന്നും വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. H-1B വിസയെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങളോടൊപ്പം തന്നെ താൻ നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കഴിവും ഗുണനിലവാരവുമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരേണ്ടതായുള്ളതെന്നും ഇതിലൂടെ നമ്മുടെ വ്യവസായങ്ങൾക്ക് വികസിപ്പിക്കാനാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം. സാങ്കേതിക രംഗത്തെ മികവിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് രംഗത്തെ പ്രതിഭകളെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ളതാണ് ഇതെന്നും അതുപോലെ തന്നെ ഇലോൺ മസ്ക് ഉൾപ്പെടെ ട്രംപിന്റെ അടുത്ത അനുയായികൾ H-1B വിസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് H-1B വിസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ട്രംപ് പ്രാധാന്യം നൽകുന്നതും. എന്നാൽ അമേരിക്കക്കാരുടെ ജോലി നഷ്ടമാകുമോ എന്നതിൽ ട്രംപിന്റെ മറ്റു ചില അനുയായികളും H-1B വിസയെ എതിർക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.